ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപവർമ്മയുടെ മന്ത്രിസ്ഥാനമൊക്കെ തെറിക്കും. കോടികൾ കോഴ വാങ്ങിച്ചെന്നൊരു കേസും വരും. കള്ളനെ പോലെ നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്കത് കേട്ടാ മതി സ്വാമിനി. അമ്മ എന്തെടുക്കുക? കണ്ടില്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിക്കുക. ഞാനിങ്ങോട്ട് വന്നതേ ഒരു ന്യൂസ് അറിഞ്ഞു, അതിനെ കുറിച്ച് ചോദിക്കാനാ. എന്താടാ? ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റി മെമ്പർ ശർമ്മ എന്നെ വിളിച്ചിരുന്നു. അയാൾ എന്നോടൊരു ന്യൂസ് പറഞ്ഞു. അയാള് വല്ല ചാനലിലെ ന്യൂസ് റീഡർ ആണോ നിന്നോട് ന്യൂസ് അറിയിക്കാൻ? കളിയാക്കിയതോ അതോ തമാശിച്ചതോ? രണ്ടും അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. അമ്മേ, വല്യമാൻ അമ്പലത്തിൽ പോയിരുന്നു ആ ഋതികയ്ക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്ക. വല്യമാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ദേഷ്യപ്പെടുന്നതും കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ സ്നേഹിക്കുന്നതും കാണാം. ഇതെന്താ, അയാൾ നാടകം കളിക്കാണോ? അത് നാടകം കളിയായിട്ടാണോ നിനക്ക് തോന്നിയത്? അതെ, 100%. എന്നാലേ അത് നാടകം കളിയല്ല, അഭിനയവും അല്ല. ഞാൻ നിന്റെ വല്യമ്മാവന്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് വിഷത്തിന്റെ വീര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു കാണിക്കുന്നതാ. വിഷത്തിന്റെ ഡോസ് കുറയുമ്പോഴാ അവനെ അമ്പലത്തിൽ പോകുന്നതും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? അതെ, വിഷത്തിന്റെ ഡോസ് കൂട്ടാൻ നേരമായി. അതോടനെ തന്നെ ഞാൻ ചെയ്യും. എന്റെ അശ്രദ്ധ കൊണ്ടാ അവനെ അവക്ക് വേണ്ടി അമ്പലത്തിൽ പോയത്. എന്താ, ഒരു കോള് പോലും ഇല്ലല്ലോ. ഐ എം സോറി സാന്ദ്ര, മനഃപൂർവ്വമല്ല, അല്പം തിരക്കായിപ്പോയി. 10 മിനിറ്റ് വെച്ച് വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പോ വിളി കുറഞ്ഞു, അതാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. ഇനി ഞാൻ എന്റെ സാന്ദ്രയെ ദിനം പ്രതി ഒരു 100 പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് വിളിക്കും. നമുക്കേ ഈവനിങ് മീറ്റ് ചെയ്യാം. അമ്മ വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കാണേ. ആരായിരുന്നടാ ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടോ? ആ, വൺ മിസ്റ്റർ സുന്ദർ. സുന്ദറോ അതോ സാന്ദ്രയോ? സാന്ദ്രയോ? ഏത് സാന്ദ്ര? ആ, സാന്ദ്ര. ആ സാന്ദ്രയല്ല, സാന്ദ്ര. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദിവ്യയെ പോലെ പാവമൊന്നുമല്ല അവള്. ഉടുമ്പ്. ഒരിക്കൽ പിടി വീണാ പിന്നെ പിടിവിടില്ല അവള്. നീ സൂക്ഷിച്ചോ.
വിളിച്ചു പറഞ്ഞതനുസരിച്ച് അംബികയുടെ പൂജ ഇവിടെ നടക്കുന്നത്. സന്തോഷം അമ്മേ. പ്രാർത്ഥിച്ചോളൂ. ഇനി സ്വാമിക്കുള്ള ദക്ഷിണ അവിടെ വെച്ചോളൂ. ആ. ഇനി സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രതാപവർമ്മയുടെ മന്ത്രിസ്ഥാനമൊക്കെ തെറിക്കും. കോടികൾ കോഴ വാങ്ങിച്ചു എന്നൊരു കേസും വരും. കള്ളനെ പോലെ നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്കത് കേട്ടാ മതി സ്വാമിനി. പ്രതാപവർമ്മയുടെ പ്രതാപമൊക്കെ നശിക്കും. അയാൾ അംബികയുടെ കാൽ കീഴിൽ വീണ് സാഷ്ടാംഗം നമസ്കരിക്കും. അപ്പോ അവന്റെ മകളുടെ കാര്യമോ? എന്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മകളും അച്ഛനും തമ്മിൽ മിണ്ടാതെയാവും. മകളെ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് അവൻ പണ്ടു പ്രേമിച്ച ഒരു പെണ്ണിനെ കല്യാണവും കഴിക്കും. എനിക്കത് കേട്ടാ മതി. അംബികയ്ക്ക് ഒരു അനുജനില്ലേ? ഉണ്ട്, ശേഖരൻ. ആ, അവൻ പ്രതാപവർമ്മയെ തള്ളിപ്പറയും. എന്നിട്ട് അവനും കുടുംബവും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവും. എന്റെ സ്വാമിനി, പ്രതാപനും മകളും ഒക്കെ തകരുന്നതനുസരിച്ച് അംബിക വളരണം. അങ്ങനെ വളരണമെങ്കിൽ സ്വാമിക്ക് അംബിക ഒരു 10 പൂജയെങ്കിലും ചെയ്യണം. അതിനെന്താ, ചെയ്യാലോ. അഷ്ടകലാശ ചിത്രകൂട ഹോമമെന്ന ആ ഹോമത്തിന്റെ പേര്. ആ ഹോമത്തിന് ഇത്തിരി ചെലവ് കൂടും. എന്ത് ചെലവോ ആയിക്കോട്ടെ, ഞാൻ തരും. അല്ല, ഒരു പൂജയ്ക്ക് എത്ര രൂപ വരും? 25,000 രൂപ. അപ്പോ 10 പൂജയ്ക്ക് 2.5 ലക്ഷം രൂപ അല്ലേ? അതെ. ഞാനേ അത്രയും പണം എടുത്തിട്ടില്ല. അക്കൗണ്ട് നമ്പർ തന്നാ അതിലേക്ക് അയക്കാം. അതില് ചെയ്താ മതി. ഒറ്റയടിക്ക് 2.5 ലക്ഷം രൂപ ചെയ്യാൻ പറ്റില്ല. എന്റെ പല അക്കൗണ്ടിൽ നിന്നായിട്ട് ഞാൻ അയക്കാം. അമ്മയുടെ അക്കൗണ്ട് നമ്പർ